എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 123, 124 എന്നീ 2 ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണുള്ളത്. ജരാസന്ധനും ബലരാമനും തമ്മിലുള്ളതായ യുദ്ധം തന്നെയാണ് കവി വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നത്. ബലരാമൻ എങ്ങനെയാണ് ജരാസന്ധനെ പ്രത്യാക്രമണം നടത്തിയത് എന്നാണ് വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം 123ാമത്തെ ശ്ലോകം നോക്കാം. ധനുസ്തദീയം വിശിഖേന രാമ ചിച്ഛേദ സദ്യോ ജഗൃഹേ പരം സ തസ്മിൻ നികൃത്തേ യദുപുംഗവേന സോന്യദ്ദധേ തച്ച ചകർത്തസീരി. ആദ്യം പദച്ഛേദം പറയാം. ധനു തദീയം വിശിഖേന രാമ ചിച്ഛേദ സദ്യ ജഗൃഹേ പരം സ തസ്മിൻ നികൃത്തേ യദുപുംഗവേന സ അന്യത് ദധേ തത് ചകർത്ത സീരി. ഇതിൽ കാര്യമായിട്ടൊന്നും പറയണില്ല. വില്ലെടുക്കണതൊക്കെ ഒടിച്ചു എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. സീരി എന്ന് പറഞ്ഞാൽ ബലരാമൻ. രാമൻ എന്നും പറഞ്ഞിട്ടുണ്ട്, സീരി എന്നും പറഞ്ഞിട്ടുണ്ട്. ഒരേ അർത്ഥത്തിലുള്ള പര്യായ പദങ്ങളാണ്. രാമൻ, ബലരാമൻ. സീരി എന്ന് പറഞ്ഞാൽ സീരം ആയുധമാക്കിയിട്ടുള്ളവൻ, കലപ്പ ആയുധമാക്കിയിട്ടുള്ളവൻ എന്നർത്ഥം. രാമ വിശിഖേന തദീയം ധനു ചിച്ഛേദ. ആദ്യം തന്നെ എന്താണ് ഉണ്ടായത്? രാമൻ തൻ്റെ കയ്യിലുള്ളതായ വിശിഖ എന്ന് പറഞ്ഞാൽ അമ്പ്, തൻ്റെ കയ്യിലുള്ള അസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് തദീയം ധനു, ആ ജരാസന്ധൻ്റെ വില്ല് ഒടിച്ചു കളഞ്ഞു. ചിച്ഛേദ മുറിച്ചു കളഞ്ഞു. ഒരു അസ്ത്രപ്രയോഗം കൊണ്ട് വില്ല് ഒടിഞ്ഞുപോയി ജരാസന്ധൻ്റെ. എന്നിട്ടോ സദ്യ സ പരം ജഗൃഹേ. ഒരു വില്ലൊടിഞ്ഞപ്പോൾ, രാജാവല്ലേ, മഹത്തായൊരു രാജ്യത്തിൻ്റെ രാജാവാണ്, മഗധ രാജ്യത്തിൻ്റെ രാജാവാണ്. അതുകൊണ്ട് ആയുധങ്ങളൊക്കെ കയ്യിലുണ്ട് ധാരാളം. അപ്പോൾ ഒരു വില്ല് ഒടിഞ്ഞു എന്ന് കണ്ടപ്പോൾ അടുത്ത വില്ലെടുത്തു. അതാണ് സദ്യ. പെട്ടെന്ന് തന്നെ, വൈകാതെ തന്നെ, സഹ എന്ന് പറഞ്ഞാൽ ജരാസന്ധൻ, പരം ജഗൃഹേ മറ്റൊരു വില്ല് എടുക്കുകയുണ്ടായി. യദുപുംഗവേന തസ്മിൻ നികൃത്തേ. യദുപുംഗവൻ, യാദവന്മാരിൽ വെച്ച ശ്രേഷ്ഠനായിട്ടുള്ളവൻ ബലരാമൻ. ബലരാമനെയും ശ്രീകൃഷ്ണനെയും പറയും. ഇവിടെ ബലരാമൻ എന്നാണ് അർത്ഥം. ബലരാമനുമായിട്ടാണല്ലോ ജരാസന്ധൻ തല്ലുകൂടുന്നത് അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നത് ഇപ്പോൾ. അപ്പോൾ യദുപുംഗവനാൽ തസ്മിൻ നികൃത്തേ സതി, ആ വില്ലും ഒടിച്ചു കളഞ്ഞപ്പോൾ, അന്യത് ദധേ, ഈ ജരാസന്ധൻ മറ്റൊരു വില്ലുകൂടി എടുത്തു. തച്ച സീരി ചകർത്ത, ആ വില്ലും ആ വില്ലിനെയും സീരി, അതായത് ബലരാമൻ ഒടിച്ചു കളഞ്ഞു. അപ്പോൾ ഏതാണ്ട് ഇപ്പോൾ എണ്ണി നോക്കിയാലൊരു 3 4 വില്ലുകൾ ജരാസന്ധൻ സ്വീകരിച്ചു. അതിനെ മുഴുവനും ബലരാമൻ തൻ്റെ അസ്ത്രപ്രയോഗങ്ങളെ കൊണ്ട് ഒടിച്ചു കളഞ്ഞു എന്നാണ് പറയണത്. അതാണ് ആദ്യത്തേതിൻ്റെ കാര്യം പറഞ്ഞു. വിശിഖേന ധനു ചിച്ഛേദ. അത് കഴിഞ്ഞിട്ട് ഒരെണ്ണെടുത്തു, അതും ഒടിച്ചു കളഞ്ഞു. അതൊടിച്ചു കളഞ്ഞപ്പോൾ ജരാസന്ധൻ 3ാമത് ഒരെണ്ണെടുത്തു, പിന്നെ 4ാമത് ഒരെണ്ണെടുത്തു. ആ എടുത്ത എല്ലാ അസ്ത്രങ്ങളെയും ബലരാമൻ തൻ്റെ കയ്യിലുള്ളതായ അസ്ത്രങ്ങളെ കൊണ്ട് ഖണ്ഡിച്ച് കളയാണ് ചെയ്തത്. എത്ര വലിയ ആയുധങ്ങളുണ്ടെങ്കിലും ബലരാമൻ്റെ മുമ്പിൽ അതൊന്നും വിലപ്പോയില്ല എന്നർത്ഥം. തൻ്റെ കയ്യിലെ അസ്ത്രങ്ങളെ കൊണ്ട് ജരാസന്ധൻ്റെ കയ്യിലെ വലിയ വലിയ വില്ലുകൾ മുഴുവനും ബലരാമൻ ഒടിച്ചു കളഞ്ഞു എന്നാണ് പറയണത്. അതിനുശേഷം എന്താണ് ചെയ്തത്? ബലരാമൻ്റെ ആക്രമണം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ ഒന്നുകൂടി വർണ്ണിക്കുന്നത്. ഇതിപ്പോൾ ദൂരെ നിന്നുകൊണ്ടാണ്, ഇനി അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 124ാമത്തെ ശ്ലോകം നോക്കൂ. ശ്യാമീകൃതാശാമസിതൈർമഹോഭി കടാക്ഷമാലാമിവ കാളരാത്രേ സശക്തിമാദാതുമോഘശക്തിമൈച്ഛത് പരോത്സേധ വിവൃദ്ധമന്യു. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. ശ്യാമീകൃതാശാം അസിതൈഹി മഹോഭിഃ കടാക്ഷമാലാം ഇവ കാളരാത്രേഃ സ ശക്തിം ആദാതും അമോഘശക്തിം ഐച്ഛത് പരോത്സേധ വിവൃദ്ധമന്യു. അവസാനത്തെ 2 വരികൾ, 3ഉം 4ഉം വരികൾ കുറച്ച് കടുപ്പുണ്ട്, വായിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. സമസ്ത പദങ്ങളുണ്ട്, അതുപോലെ സന്ധിയും വരുന്നുണ്ട്. ഇവിടെ ജരാസന്ധനെ പറ്റി പറയാണ്. പരോത്സേധ വിവൃദ്ധമന്യു.
പരൻ്റെ ഉത്സേധത്തിൽ, പരൻ എന്ന് പറഞ്ഞാൽ മറ്റൊരാളെന്നർത്ഥൻ്റെ ഇവിടെ ശത്രു എന്നർത്ഥം. ശത്രുവിൻ്റെ ഉത്സേധം, ശത്രുവിൻ്റെ ഉത്കർഷം. ആ ഉത്കർഷത്തിൽ വർദ്ധിച്ചു വന്ന മന്യു, ദേഷ്യം, ദേഷ്യത്തോടു കൂടിയവനായ സഹ് ജരാസന്ധ. അതായത് ബലരാമൻ്റെ ശക്തി വർദ്ധിച്ചു വരികയാണ്, ബലരാമൻ കരുത്തനായിട്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ കഠിനമായിട്ടുള്ള ദേഷ്യം. അതാണ് ഇവിടെ ജരാസന്ധന് ഉണ്ടായത്. അതാണ് പരോത്സേധ വിവൃദ്ധ മന്യു അങ്ങനെയുള്ള ആ ജരാസന്ധൻ അസിതൈഹി മഹോഭിഹി ശ്യാമീകൃതാശാം. അസിതൈഹി, അസിതം എന്ന് പറഞ്ഞാൽ കറുത്ത നിറമുള്ളത്, സിതം എന്ന് പറഞ്ഞാൽ വെളുത്ത നിറമുള്ളത്, അസിതം എന്ന് പറഞ്ഞാൽ കറുത്ത നിറമുള്ളത്. അസിതൈഹി മഹോഭിഹി എന്ന് പറഞ്ഞാൽ കറുത്ത നിറമുള്ള തേജസ് കൊണ്ട്, അതായത് കറുപ്പിൻ്റെ ഒരു വലിയ തേജസ് കൊണ്ട്, കറുത്തിരുണ്ട നിറം കൊണ്ട്, വർണ്ണം കൊണ്ട് എന്നർത്ഥം. ശ്യാമീകൃത ആശാം, ശ്യാമീകൃതം എന്ന് പറഞ്ഞാൽ കറുപ്പ് നിറം പൂണ്ടതായ. അശ്യാമാഹ ശ്യാമാഹ സമ്പദ്യമാനാഹ കൃതാഹ ശ്യാമീകൃതാഹ. അതായത് വെളുത്തിരിക്കുന്നതിനെ കറുപ്പ് നിറമുള്ളതാക്കി തീർക്കുക, അതാണ് ശ്യാമീകൃത ആശ. ദിക്കുകളൊക്കെ നല്ലവണ്ണം തെളിഞ്ഞാണ് നിൽക്കുന്നത്. സൂര്യനുള്ളപ്പോഴും ചന്ദ്രനുള്ളപ്പോഴൊക്കെ നല്ല പ്രകാശമുള്ളത് കൊണ്ട് ദിക്കുകളൊക്കെ വെളുത്താണ് ഇരിക്കുന്നത്. പക്ഷേ അസ്ത്രപ്രയോഗങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ആയുധപ്രയോഗങ്ങളെ കൊണ്ട് അതിനെ ഇരുണ്ടതാക്കുകയാണ്, അതാണ് ചെയ്യാൻ ജരാസന്ധൻ പുറപ്പെടുന്നത്. അതാണ് ശ്യാമീകൃതാശാം. ദിക്കുകളെ മുഴുവനും കറുപ്പ്, അതായത് ഇരുട്ടിൽ ആണ്ടുപോകത്തക്ക വിധത്തിൽ എന്താ ചെയ്യാൻ പോണത്? കാളരാത്രേഹേ കടാക്ഷമാലാമിവ അമോഘശക്തിം ശക്തിം ആദാതും അയച്ചത്. അമോഘശക്തിം ശക്തിം, അമോഘശക്തി എന്ന് പറഞ്ഞാൽ പാഴായി പോവാത്ത ശക്തിയോട് കൂടിയ, പ്രയോഗിച്ചാൽ ഉറപ്പായിട്ടും മറുപക്ഷം തോറ്റുപോകും അല്ലെങ്കിൽ മരിച്ചു പോകും. അതാണ് അമോഘശക്തി. പ്രയോഗിച്ചാൽ ഫലിക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ളതായ ശക്തി. ശക്തി എന്ന് പറഞ്ഞാൽ ആയുധവിശേഷമാണ്. വേല എന്നാ പറയുക. അതായത് ഒരൊറ്റ ഇറങ്ങി എറിഞ്ഞാൽ ആരുടെ മേലാണോ കൊള്ളണത് ആ ആള്, അല്ലെങ്കിൽ ഇത് ആരുടെയൊക്കെ മേല് കൊള്ളുന്നുണ്ടോ അവർ മുഴുവനും തന്നെ മരിച്ചു പോകും. അത്രയ്ക്ക് അമോഘ ശക്തിയാണ്, നിഷ്ഫലമാകാത്ത ശക്തിയോട് കൂടിയതാണ് ഈ വേല്. അതെടുത്ത് പ്രയോഗിക്കാനാണ് പുറപ്പെടുന്നത്. അതാണ് അമോഘ ശക്തിം ആദാതും അയച്ചത്. അതിനെ, ആ ശക്തിയെ എടുത്തെറിയാൻ ആഗ്രഹിച്ചു. അതെടുത്തിട്ട് വേലെടുത്ത് ചാട്ടുക എന്നാ പറയുക. അതായത് വേലെടുത്ത് എറിയുക. ആ വേല് കൊണ്ടാൽ ആൾ മരിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദാതും ആ വേലെടുക്കാൻ ആഗ്രഹിച്ചു, അയച്ചത്. അപ്പോൾ ആ വേലെടുത്താൽ ബാക്കി എല്ലാവരുടെയും അവസ്ഥ വല്ലാത്ത ഇരുട്ടായി പോകുമല്ലോ. അതിനെപ്പറ്റി പറയാണ്. ഈ അസ്ത്രപ്രയോഗങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ആയുധപ്രയോഗങ്ങളെ കൊണ്ട് ലോകം മുഴുവനും ഇരുട്ട് അല്ലെങ്കിൽ തമസ്സിൽ മുക്കിക്കളയാൻ ആഗ്രഹിക്കുന്നവനായിട്ടുള്ള ജരാസന്ധൻ എന്തു ചെയ്യാനാണ് പുറപ്പെട്ടത്? കാളരാത്രേഹേ കടാക്ഷമാലാമിവ, കാളരാത്രിയുടെ കടാക്ഷമാല എന്ന പോലെയുള്ള അമോഘ ശക്തിം ആദാതും അയച്ചത്. കാളരാത്രി എന്ന് പറഞ്ഞാൽ ദേവിയുടെ ഒരു പ്രത്യേക രൂപമാണ്. അതായത് നവരാത്രി കാലത്ത് ദേവിയെ ഒരു ദിവസം ആരാധിക്കുന്ന രൂപമാണ് കാളരാത്രി. ഏറ്റവും പേടിയാവണ ഭയങ്കരിയായിട്ടുള്ള ദേവീ സ്വരൂപമാണത്. അതായത് വസ്ത്രങ്ങളൊക്കെ കുറവാണ്, ദംഷ്ട്രയൊക്കെ ചാടിച്ച് കയ്യിൽ ശൂലവും വധിക്കാനായിട്ട് പുറപ്പെട്ട് ഈ ദുഷ്ടശക്തികളെ മുഴുവനും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെട്ട് ഒരുങ്ങി വരുന്നതായ ദേവിയുടെ രൂപമാണ് കാളരാത്രി. കാളരാത്രിയാദിശക്ത്യൗഘാവൃത സ്നിഗ്ധൗദന പ്രിയ എന്ന് ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെ വർണ്ണിക്കും. അപ്പോൾ ദേവിയുടെ ഒരു രൂപമാണ് കാളരാത്രി. അപ്പോൾ കാളരാത്രിയുടെ നോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ പേടിപ്പെടുത്തുന്നതാണ്, എല്ലാ തേജസ്സുകളെയും ഇല്ലായ്മ ചെയ്യുന്നതാണ്. പേര് തന്നെ കാളരാത്രി എന്നാണ്. ഇരുട്ടാണ് മുഴുവനും, എല്ലാത്തിനെയും ഇരുട്ടിലേക്കാണ് നയിക്കുന്നത്, എല്ലാത്തിനെയും ഇല്ലായ്മ ചെയ്യാനാണ് ദേവി പുറപ്പെടുന്നത്. അത്ര ഭീകരമായിട്ടുള്ളൊരു രൂപം ധരിച്ചാണ് പോണത്. അങ്ങനെയുള്ള കാളരാത്രിയുടെ നോട്ടങ്ങളെ പോലെയുള്ളതായ കടാക്ഷമാല, അതും ഇരുണ്ട തേജസ്സോട് കൂടിയതാണ്, ഇരുണ്ട വർണ്ണത്തോട് കൂടിയതാണ്. ആ നോട്ടങ്ങൾ ചെന്ന് പതിക്കുന്ന ദിക്കിൽ മുഴുവനും നാശം വിതറുകയാണ് ദേവി ചെയ്യാറുള്ളത്. അതന്നെയാണ് ഇവിടെ പറയുന്നത്. കാളരാത്രേഹേ കടാക്ഷമാലാമിവ അമോഘശക്തിം ശക്തിം. അങ്ങനെ കാളരാത്രി ദേവിയുടെ കടാക്ഷമാലകൾ എന്ന പോലെ ഒരിക്കലും നിഷ്ഫലമാകാത്ത, പ്രയോഗിച്ചാൽ മരണം ഉറപ്പായിട്ടുള്ള അമോഘശക്തിയായിട്ടുള്ള ശക്തിയെ, വേലിനെ
അതും എടുക്കാൻ പ്രയോഗിക്കാൻ ആഗ്രഹിച്ചു ജരാസന്ധൻ. ആർക്ക് നേരെയാണ്? ബലരാമന് നേരെ ആക്രമിക്കാനായിട്ട് അതിനെ പറ്റിയിട്ട് വിചാരിച്ചു. ഇതങ്ങോട്ട് എടുത്ത് പ്രയോഗിച്ചാലോ എന്ന് ആലോചിച്ചു. അതായത് ഈ വേലെടുത്തിട്ട് ബലരാമനെ വധിച്ചാലോ എന്ന് ജരാസന്ധൻ ആലോചിച്ചു എന്നാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത്. വളരെ വീരരസപ്രധാനമായിട്ടുള്ള ശ്ലോകങ്ങളാണ്. നമുക്ക് രണ്ടും ഒന്നുകൂടി ചൊല്ലി നോക്കാം. ധനുസ്തദീയം വിശിഖേന രാമ ചിച്ഛേദ സദ്യോ ജഗൃഹേ പരം സ തസ്മിൻ നികൃത്തേ യദു പുംഗവേന സോന്യദ്ദധേ തച്ച ചകർത്തസീരി ശ്യാമീകൃതാശാമസിതൈർമഹോഭി കടാക്ഷമാലാമിവ കാളരാത്രേ സശക്തിമാദാതുമോഘശക്തിം ഐച്ഛത് പരോത്സേധ വിവൃദ്ധമന്യു. അങ്ങനെ ബലരാമനോടുള്ള ദേഷ്യം കൊണ്ട് ബലരാമനെ എതിർക്കാനും ഒപ്പം തന്നെ വേലുപയോഗിച്ചിട്ട് വധിക്കാനും ജരാസന്ധൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രണ്ട് ശ്ലോകങ്ങളും കവി വർണ്ണിച്ചു നിർത്തുന്നത്. സുന്ദരമായിട്ടുള്ള രണ്ട് ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.